ദൈവം അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരിക്കലെങ്കിലും ഭൂമിയിൽ അവതരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമായിരുന്നു യൂറോ കപ്പിൻ്റെ വേദിയിൽ അന്ന് നമ്മളെല്ലാവരും സാക്ഷിയായത്. വിധിക്ക് മുന്നിൽ ഒറ്റയ്ക്ക് പോരാടിയവൻ്റെ പരാജയം കൊട്ടിയാഘോഷിക്കുവാൻ നിന്നവർക്ക് മുന്നിൽ ഷുവർ ഗോൾ സേവടക്കം പെനാൽറ്റിയിലെ 3 ഷോട്ടുകളും തടഞ്ഞിട്ടയാൾ അന്ന് ദൈവത്തിനേറെ പ്രിയപ്പെട്ടവനെ നാണക്കേടിൽ നിന്ന് പോലും രക്ഷിക്കുന്നുണ്ട്. പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിന് പരിഹസിക്കുവാനും ശപിക്കുവാനും ഒരുക്കം കൂട്ടിയവർക്ക് മുന്നിൽ പുനർജന്മം നൽകിയ അയാൾ റൊണോയെ ആശേഷം ചെയ്യുന്നത് എത്ര മനോഹരമായിരുന്നു. ഇന്നിതാ ഒരിക്കൽ കൂടി ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് വിശ്വം കീഴടക്കിയവന് വേണ്ടി ശാപമോക്ഷം നൽകുവാൻ ആ കരങ്ങൾ ഒരിക്കൽ കൂടി കാരണക്കാരനാകുന്നു. അയാൾ ഇന്നേ വരെ ത്യജിച്ച ത്യാഗങ്ങൾക്ക് വില കൽപ്പിക്കാതിരുന്ന നരകലോകത്ത് ഒരു 17 വയസ്സുകാരന് മുന്നിൽ ശിരസ് കുനിച്ചയാൾ നടന്നു പോകുന്ന കാഴ്ച കാണുവാൻ എത്രയോ ആളുകൾ ആഗ്രഹിച്ചിരുന്നു. 2 വട്ടം സ്പെയിൻ മുന്നിലെത്തിയപ്പോൾ മിശിഹായാൽ സ്നാനം ചെയ്യപ്പെട്ട സ്പാനിഷിലെ ദൈവപുത്രൻ ചെകുത്താനെ പരാജയപ്പെടുത്തിയെന്ന പരിഹാസ കഥയ്ക്ക് പലരും സ്ക്രിപ്റ്റുകൾ എഴുതുവാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ പക്ഷേ മുൻവിധികളെല്ലാം ചവിട്ടിയരച്ച് കളയാൻ ശേഷിയുള്ള ഉടയോൻ അവതരിക്കുന്ന 61-ാം മിനിറ്റ് വരെ അതിന് ആയുസ്സുണ്ടായിരുന്നു. 88-ാം മിനിറ്റിൽ പരിക്കിനെ തുടർന്ന് കളം വിടേണ്ടി വരുമ്പോഴും അമിതഭാരം ഓരോ പോർച്ചുഗൽ ആരാധകന്റെ ഹൃദയത്തിലും തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. എന്തൊരവസ്ഥയാണല്ലേ! ഇന്നും അയാളിൽ അവർ വിശ്വാസം ഉറപ്പിക്കുന്നുണ്ട്. അയാൾ കളത്തിലുണ്ടെങ്കിൽ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. എന്തൊരു ചിന്തയാണല്ലേ! അതും ഒരു 40-കാരൻ്റെ. സർവ്വ കണക്കുകളും തെറ്റിച്ച് പോർച്ചുഗൽ ടീം സ്പാനിഷ് പടയുടെ ഊർജ്ജ പ്രവാഹങ്ങളെയെല്ലാം തല്ലി തകർത്തപ്പോൾ മത്സരം 120-ാം മിനിറ്റും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്, ഒടുവിൽ 5 കിക്കിനപ്പുറം വിജയമെന്ന നീതിയിലേക്ക്. ഈ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ വിമർശകർ ഈ കിരീടത്തിൻ്റെ അളവിനെയും വിലയെയും തിട്ടപ്പെടുത്താൻ ആരംഭിക്കുമായിരിക്കും. മറിച്ചാണെങ്കിലോ 40-കാരൻ്റെ വാർദ്ധക്യം 17-കാരൻ്റെ മുന്നിൽ അടിയുറ വെച്ചെന്ന് പരിഹസിക്കും. കളമൊഴിയാൻ കാലമായി എന്ന് വിമർശിക്കും. കളം വിടാൻ വരെ ആജ്ഞാപിക്കും. ചേതനയേറ്റ അയാളുടെ ശരീരത്തെ വേട്ടനായേക്കാൾ വലയം ചെയ്യും. ഓരോ കിക്കും മാറി മാറി വരുമ്പോഴും ആരാധകനേക്കാൾ ഭയം നിഴലിച്ചത് അയാളിലായിരുന്നുവെന്ന് എനിക്ക് തോന്നിപ്പോയി. സമ്മർദ്ദങ്ങൾ അതിജീവിച്ചവൻ അതേ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് മുങ്ങിത്താവുകയായിരുന്നു. എന്നാൽ ദൈവം ഒരിക്കൽ കൂടി കോസ്റ്റയുടെ കരങ്ങളിലേക്ക് മാന്ത്രിക ശക്തി ആവാഹിച്ച് മൊറോട്ടോയുടെ കിക്കിനെ തടഞ്ഞിടിക്കുന്നുണ്ട്. അത് ദൈവം അങ്ങനെയാണ്, നേരിട്ട് അവതരിക്കുകയല്ലല്ലോ പതിവ്. മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ തന്നെ നിയോഗിക്കപ്പെടുകയാണല്ലോ ശീലം. കോസ്റ്റ് ഒരു പക്ഷേ ദൈവാവതാരമാവുകയില്ല. ഈ ഒരു നിമിഷം ദൈവാനുഗ്രഹം മൂലമോ സൃഷ്ടിക്കപ്പെട്ടതുമാവുകയുമില്ല. കോസ്റ്റയുടെ കഴിവ് തന്നെയാകണം. എന്നാൽ പക്ഷേ റൊണോ എന്ന അധികായകന് വേണ്ടി വെള്ളി വെളിച്ചം പോലെ അന്നേരം അയാൾ രൂപപ്പെട്ടവനായിരുന്നു. രക്ഷകനായ ഡീഗോ കോസ്റ്റ പോർച്ചുഗലിൻ്റെ വിശ്വാസം കാക്കുന്നുണ്ട്. തൻ്റെ ഉടയോനു വേണ്ടി മോക്ഷം പകരുന്നുണ്ട്. കണ്ണീരണിഞ്ഞ കവിളിത്തടത്തിൽ പുഞ്ചിരി പടരാൻ വീണ്ടും കാരണമാകുന്നുണ്ട്. ഇത്രയും നാളേറ്റ പരിഹാസനങ്ങളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും ശാപമോക്ഷമെന്ന പോലെ ലഭിച്ച ഈ കിരീടമേറ്റ് വാങ്ങുമ്പോൾ ഡീഗോ കോസ്റ്റയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലല്ലോ എന്ന് റൊണാൾഡോയും വിശ്വസിക്കുന്നുണ്ടാകണം. കൂടെ ഞാനും. താങ്ക് യു ഡിയർ ഡീഗോ കോസ്റ്റ. Portugal are the Nations League winners.